സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നത്തായ കർമ്മം ചെയ്യാൻ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയാകൂന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ എന്ന് കരുതിയിട്ട് ബൈക്കിന്റെ മേലെ കയറ്റുന്ന ചെറുപ്പക്കാരില്ലേ, അങ്ങനെ ചെറുപ്പക്കാരെ കൂടെ വിട്ടുകൊടുക്കുന്ന ഉമ്മമാരില്ലേ, പാപ്പമാരില്ലേ. എന്താ ന്യായം എന്നറിയോ? ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പിടിച്ചു വെക്കാൻ കഴിയുമെന്നാണ്. ഓ ഉമ്മ, നിങ്ങളെ മകളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത് നബിതങ്ങളെ സുന്നത്ത് കരുതിയിട്ടാണോ, അല്ല ഇംഗ്ലീഷുകാരന്റെ ചര്യ കണ്ടിട്ടാണോ, പാശ്ചാത്യം ചിന്തക്കാരന്റെ ചര്യ പിന്തുടരാനാണോ? മറന്നേക്കല്ല. ഇങ്ങനെ പാശ്ചാത്യൻ ചിന്തക്കാരന്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തിയെടുത്തിട്ട് നിക്കാഹിന്റെ ദിവസം തങ്ങന്മാര് തന്നെ വേണം. അത് ഏതെങ്കിലും തങ്ങന്മാര് പോരാ, നാട്ടിലും കൊതേ വീട്ടിലും കുടുംബത്തിലും അറിയപ്പെട്ട തങ്ങളാകണം, അറിയപ്പെട്ട മുസ്ലിയാരാകണം, അറിയപ്പെട്ട ശൈഖാകണം, കണ്ടാലാരും നോക്കിപ്പോകുന്ന ആലിമാകണം, എല്ലാരും ബഹുമാനിക്കുന്ന ആളാകണം. ഏത് നിക്കാഹ് ചെയ്യാനാണ് എന്നറിയോ? വിവാഹത്തിന്റെ പേരിൽ മൈലാഞ്ചി എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇഞ്ചിന്നോ പേരിട്ടിട്ട് വിവാഹത്തിന്റെ പേര് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ചെയ്തിട്ട് ഏതൊക്കെയോ ആലിമീങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് ബാറക്കല്ലാഹു ലക്കുമാന്ന് ദുആ ചെയ്താൽ അതോടുകൂടെ എല്ലാ തെറ്റും മറന്നുപോകുന്നാണോ പെങ്ങളെ മനസ്സിലാക്കിയത്? ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച സുന്നത്തിലെ വിവാഹം എങ്ങനെയാണ് എന്നറിയോ? നിക്കാഹ് കഴിയാതെ അവളെ തൊടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, കൈ പോലും പിടിക്കാൻ അനുവദിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പിന്നെയല്ലേ അവളെ കയ്യിൽ വളയിട്ട് കൊടുക്കല്, പിന്നെയല്ലേ കഴുത്തിൽ മാല ധരിപ്പിച്ചു കൊടുക്കല്. നിക്കാഹ് കഴിയാത്ത പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുമ്പോഴേക്ക് മോതിരം പോലും ഇട്ട് കൊടുക്കാതെ ഭർത്താവിന്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ പുതുമാരനാകാൻ പോകുന്നവന്റെ കൈ കൊണ്ട് ഒരു മോതിരം ധരിപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്ന ചിന്ത എന്ത് ഇസ്ലാമാണോ നീ പറയുന്നത്? പിന്നെ എന്തിനാണോ നീ തങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചത്? എന്തിനാണ് നീ ആലിമീങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചത്? അവരെ നിന്ദിക്കാനാണോ? ആലിമീങ്ങളെ ഏകേറ്റാനാണോ? സയ്യിദന്മാരെ കുറ്റപ്പെടുത്താനാണോ? അവരെ സമൂഹത്തിനിടയിൽ മോശമാക്കി കാണിക്കാനാണോ? ഇസ്ലാം പറയുന്ന വിവാഹം ഇതല്ല, ഇസ്ലാം പഠിപ്പിച്ച വിവാഹം അതല്ല. ഇസ്ലാം അംഗീകരിച്ച് നങ്കാത്തുക്ക ബിന്ദി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം പറയുന്ന വിവാഹമില്ലേ? ആ വിവാഹത്തിൽ ഒരിക്കലും നിക്കാഹ് കഴിയുന്നത് തൊടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, കാണാൻ ഒരു വട്ടല്ലാതെ അനുവദിച്ചിട്ടില്ല. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് എന്ന് കരുതിയിട്ട് ബസ്സിൽ പോകുമ്പോൾ അവളെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ, നീ കെട്ടു എന്നതിന്റെ പേരില്, വിവാഹം കഴിക്കും എന്നതിന്റെ പേരില് കോളേജുകളുടെ പുറത്തു പോയി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, നീ കഴിക്കുന്ന വിവാഹം ആരുടെ വിവാഹമാണ്? ഏത് ഇംഗ്ലീഷുകാരന്റെ ചര്യയാണ്? ആ വിവാഹം കഴിയുന്നത് വരെ നിനക്കതങ്ങ് തുടരലാണ് നല്ലത്. നബിതങ്ങളെ സുന്നത്തിന്റെ പേരിൽ ഇത്തരം തോന്നിവാസങ്ങൾ ഒരു മുസ്ലിമിന് ഇസ്ലാമിൽ അംഗീകാരമില്ല. ഇസ്ലാമല്ലാത്ത മറ്റേതോ മതക്കാരന്റെ ആചാരങ്ങൾ കോപ്പിയടിക്കുന്നതിന് തങ്ങന്മാരാവശ്യമില്ലല്ലോ, ആലിമീങ്ങൾ ആവശ്യമില്ലല്ലോ. അത് വലിയ പവർ പറയാനാ മുസ്ലിയാര്. അത്തങ്ങളാ നിക്കാഹ് ചെയ്തത്, അമ്മൂലിയാരാ നിക്കാഹിന് വന്നത്. അയാളാണ് ആദ്യം തന്നെ പ്രസംഗിച്ചത്, അയാളാണ് പ്രസംഗിച്ചത്, അയാളാ ഖുതുബോദിയത്, അയാളാ ദുആ ചെയ്തതെന്ന്. ആർക്കാടോ നിന്റെ ദുആ വേണ്ടോ? നിങ്ങൾ ദ്വാരക്കുന്നത് ആരോടാണ്? മുസ്ലിയാര് ദ്വാരക്കുന്നത് ആരോടാണ്? ഇംഗ്ലീഷുകാരനോടാണോ? ഏതെങ്കിലും പാശ്ചാത്യൻ ചിന്തക്കാരനോടാണോ? അല്ല, അള്ളാനോടാണോ? അള്ളാനോടാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്ത പണിയെടുത്തിട്ട് അള്ളാനോട് ദുആ ചെയ്യാൻ പറയുന്നതിന് എന്തർത്ഥമാണ് മുസ്ലിമേ?
ഇനി അതും കൂടി അങ്ങ് നിർത്തിക്കളയണമെന്നാണോ മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നിങ്ങൾ നിക്കാഹിന്റെ അപ്പണിയും കൂടി എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കാനാ ഞാൻ പറഞ്ഞത്, ആലോചിക്കാനാ ഞാൻ പറഞ്ഞത്. നമ്മളെ വിവാഹങ്ങൾ മറ്റുള്ളവന്റെ ആചാരങ്ങൾ കോപ്പി അടിക്കാനാകരുത്. വിവാഹം എന്ന് പറഞ്ഞാൽ സുന്നത്തി, അത് എന്റെ ചൊരിയിൽപ്പെട്ടതാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, എന്റെ സുന്നത്തെ അവന്റെ ജീവിതത്തിൽ അവന്റെ 1/3 ഭാഗം പൂർത്തിയാക്കാൻ ഞാൻ പഠിപ്പിച്ച വിവാഹം ഉണ്ടല്ലോ, അതേ പേരോടിന്റെ മകൻ പഠിപ്പിച്ച വിവാഹം അല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിവാഹം. ആ വിവാഹം ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവനില്ലേ, ഏതോ ഇംഗ്ലീഷുകാരന്റെ മാർഗരേഖ സ്വീകരിച്ചവൻ അല്ല. യാതൊരുമില്ല. എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല തൊപ്പി ധരിച്ച നല്ല മഹല്ല് കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹത്തിന് പോലും അന്യപുരുഷന്മാരെ കൂടെ ചങ്ങാതിത്വത്തിന്റെ പേരില്, ഫ്രണ്ട്ഷിപ്പിന്റെ പേരില്, അതുപോലെ ടീച്ചിങ്ങിന്റെ പേരില്, പഴയകാല സുഹൃത്തുന്ന പേരില് ആ പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നതിന് മടിയില്ലാത്ത മുസ്ലിം നാമധാരികളായി ചിലരെങ്കിലും അതപ്പതിച്ചു പോയോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വിവാഹമാണ്, എന്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്. അതുകൊണ്ട് ഞാനും അതെ എന്റെ കൂട്ടുകാരും ഒന്നിച്ചിട്ടു സ്റ്റേജിൽ നിന്നിട്ട് ദുആ ചെയ്തു. എന്താ ദുആ അറിയോ? അല്ലാഹുവോട് ബാറക്കല്ലാഹു ലക്കുമാ ബാറക അലൈക്കുമാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എത്ര ഇസ്തിഗ്ഫാറാ ഇതിന്റെ അടിയിൽ എഴുതേണ്ടത്. പകരം അല്ലാഹുവോട് പറയാണ്, അല്ലാഹ് നീ ആക്ക് വിളിക്ക് ബർക്കത്ത് ചെയ്യണേ. ഭയങ്കര ദുആ തന്നെ. അല്ലാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പണിയെടുത്തിട്ട് അന്യ പെണ്ണിനെ തുടരുത്, അന്യ പെണ്ണുമായി സ്പർശിക്കരുത്, അന്യ പെണ്ണിനെ നോക്കാൻ തന്നെ പാടില്ല, അന്യ പുരുഷനെ നോക്കാൻ തന്നെ പാടില്ല. ഇതല്ലേ ഇസ്ലാം. അപ്പൊ ഇപ്പൊ ചില ആളുകൾക്ക് ഒരു തോന്നല, നോക്കുമ്പോഴേക്ക് എന്ത് വരാനാ മൂല്യരെ അല്ലേ, നോക്കുമ്പോഴേക്ക് എന്ത് വരാനാ മൂല്യരെ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദിക്കും, ഒന്ന് തോണ്ടുമ്പോഴേക്ക് എന്ത് വരാനാ മൂല്യരെ അല്ലെ, ഒന്ന് തോണ്ടുമ്പോഴേക്ക് എന്ത് വരാനാ മൂല്യരെ, ഒന്ന് കൈ പിടിക്കുമ്പോഴേക്ക് എന്ത് വരാനാ മൂല്യരെ. പിന്നെ ഇതെവിടെയാ നിർത്തുക? എവിടെയാ ഇത് കൊണ്ടുപോയി നിർത്താൻ പറ്റല്? അതുകൊണ്ടാണ് ഈ ഇസ്ലാം. മോനെ, നീ അന്യപെണ്ണിനെ കണ്ടാൽ കണ്ണ് താഴ്ത്തിയിട്ടോളണം. ഓ പെങ്ങളെ, അന്യപുരുഷനെ കണ്ടാൽ കണ്ണ് താഴ്ത്തിയിട്ടോളണം. നോക്കല് തന്നെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഈ നിലക്കുള്ള ജീവിതം നയിക്കേണ്ട മുസ്ലിമിന്റെ വീട്ടിൽ മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ പറയും. ഇസ്ലാമിന്റെ ആശയങ്ങൾക്കൊരു പുച്ഛം വില പോലും നൽകാതെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ബാറക്കല്ലാഹു ലക്കുമാ ഒലക്ക മുക്കി എഴുതിയാലും ആ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും മുസ്ലിമേ. പിന്നെ മൈലാഞ്ചിക്ക് പിന്നെ എന്ത് സന്തോഷ. അങ്ങനെ ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റൂല, പിന്നെ എന്ത് സന്തോഷ. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? നിങ്ങൾ ഫോട്ടോ എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അന്യ പുരുഷന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ പറ്റൂല. അന്യ പുരുഷൻ വന്നിട്ട് മുന്നിൽ നിന്നിട്ട് നിന്റെ ഫോട്ടോ പെണ്ണെ എടുക്കൽ അനുവദനീയമല്ല. നിന്റെ ഫോണിൽ നിനക്ക് വിവാഹത്തെ ഓർമ്മിക്കാൻ, ചിലപ്പോൾ നിന്റെ കുടുംബത്തിന്റെ കൂടെ നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരെ കൂടെ അന്യ പുരുഷൻ നോക്കാനല്ല. ഇല്ലാത്ത ഭംഗി പെയിന്റ് അടിച്ചുണ്ടാക്കിയത്, ഇല്ലാത്ത ഭംഗി പോളിഷ് ചെയ്തുണ്ടാക്കിയത്, നാട്ടുകാരെ എന്റെ മോളെ ഭംഗി എങ്ങനെ ഉണ്ട് ചോദിക്കാൻ വേണ്ടി ബാറക്കല്ലാഹു ലക്കുമാ എഴുതുന്ന ബാപ്പയാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കൂട്ടുകാരാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കൂട്ടുകാരികളാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. മതത്തിന്റെ നിയമങ്ങളൊക്കെ അതേ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് മുസ്ലിമാണ് എന്ന് അഭിമാനം പറയുന്നവരായി, ഇസ്ലാമിന്റെ അഭിമാനം പറയുന്നവരായി നമ്മൾ മാറിപ്പോയാൽ മുസ്ലിമായി ജീവിക്കുന്നവൻ പിന്നെ എവിടെയാ? ഏത് ലോകത്താണ് മുസ്ലിമേ? മുസ്ലിമാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മതിയോ? പോരാ. ജീവിതത്തിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കുറിച്ച് ബോധം വേണം. ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിലുള്ള ജീവിതമാകണം. അതല്ലാതെ റബ്ബിനെ ഭയപ്പെടാത്ത ജീവിതം, അള്ളാഹിനോട് കൊഞ്ഞനം കുത്തുന്ന ജീവിതം ഓ മുസ്ലിമേ നമുക്ക് അനുവദനീയമല്ല. മുസ്ലിം
മുസ്ലിയാരെ പിന്നെ സന്തോഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? നീ നിന്റെ ഭാര്യനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, നിന്റെ പെങ്ങളെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, നിന്റെ ഉമ്മാനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, ഉമ്മന്റെ അനുജത്തിയെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, ഉമ്മന്റെ ജേട്ടത്തിയെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ. അതേ സ്ഥാനത്ത് നിന്റെ ജേട്ടന്റെ ഭാര്യനെ കൂട്ടി സെൽഫി എടുക്കരുത്, അനുജന്റെ ഭാര്യനെ തൊട്ടിട്ട് സെൽഫി എടുക്കരുത്. കാരണം ഇസ്ലാം അവരെ കാണാനോ തൊടാനോ അനുവദിച്ചിട്ടില്ല. ഭാര്യന്റെ അനുജത്തിന്റെ കൂടെയോ പറ്റൂല മുസ്ലിമേ, ഭർത്താവിന്റെ അനുജന്റെ കൂടെയോ പറ്റൂല മുസ്ലിമേ, ഭാര്യന്റെ അനുജത്തിയുടെയോ ഭർത്താവിന്റെ അനുജന്റെ കൂടെയോ കാണലോ തൊടലോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരെ കൂടെ നീ ചിത്രമെടുത്തോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്യ പുരുഷൻ കാണാൻ നീ എന്തുകൊണ്ട് പോയി വെക്കരുത്? നിന്റെ ചിത്രം പരസ്യത്തിന് വെക്കരുത്. നിന്റെ ചിത്രം മറ്റുള്ളവര് നോക്കിയിട്ട് ഇതെന്തൊരു ഭംഗിയുള്ള കുട്ടിയാണ് എന്ന് പറയാനാണോ? ചോദിക്കട്ടെ പെങ്ങളെ, നിന്റെ ഭംഗി അവൻ പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് നിനക്കെന്ത് ലാഭമാണ്? നീ ഇങ്ങനെ ഭംഗി കാണിച്ചിട്ട് അവസാനം നിനക്ക് കിട്ടാനുള്ളത് എന്താണ്? 4 ലൈക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? 4 ഫോളോവേഴ്സ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? മുസ്ലിയാരെ, എന്റെ ജീവിതത്തിന്റെ വഴിയാണ്. എനിക്ക് 4 സബ്സ്ക്രൈബ്സ് കൂടിയിട്ട് വേണം ജീവിക്കാൻ, ശമ്പളം കിട്ടാൻ. ചോദിക്കട്ടെ മുസ്ലിമേ, എന്തൊക്കെയോ നിന്റെ ഈ ഭാര്യനെ കൂട്ടിയിട്ട് അഭിനയിച്ച് കാണിച്ചിട്ട് ജീവിക്കേണ്ട ഒരു ഗതിയോട് നീ നിന്റെ ജീവിതത്തിൽ സമ്പാദിച്ചോ? അള്ളാഹ് എന്തൊക്കെ നിനക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്, എന്തൊക്കെ അനുവദിച്ച പ്രവർത്തനങ്ങളുണ്ട്, ഹലാലായ എന്തൊക്കെ ജോലികളുണ്ട്, അള്ളാഹ് അനുവദിച്ചു തന്ന എന്തൊക്കെ ജോലികൾ ലോകത്ത് പറയാനുണ്ട്. എന്നിട്ട് അള്ളാഹ് അനുവദിക്കാത്ത ജോലി എടുക്കണമെന്ന് ചിന്തിച്ചിട്ട് അഭിമാനം പറയുന്ന ഭാര്യയും ഭർത്താക്കന്മാരും റിയൽ ലോകത്ത് ജീവിക്കുന്നവരാ. അവരെ ജീവിതം റിയലാണോ? ഒരിക്കലുമല്ല. റിയൽ ചിത്രത്തിൽ പ്രദർശിപ്പിച്ച് കാണിക്കുന്ന ജീവിതം കണ്ടിട്ട് എന്തൊരു സന്തോഷമുള്ള കുടുംബ ജീവിതാണ്. ചില പെങ്ങന്മാര് നോക്കിയിട്ട് പറയാണ്, എന്റെ ഭർത്താവ് ഇന്ന് വരെ ഇങ്ങനൊരു വീഡിയോ പിടിച്ചിട്ടില്ല, ഇങ്ങനൊരു വീഡിയോ ചിന്തിച്ചിട്ടില്ല. അപ്പുറത്തെ വീട്ടിൽ ആ പെണ്ണില്ലേ, അവന്റെ ഭർത്താവിനെയും കൂട്ടിയിട്ട് അവള് പോകാത്ത സ്ഥലമില്ല, അവള് വീഡിയോ എടുക്കാത്ത സ്ഥലമില്ല. എന്റെ ഭർത്താവ് ഒരു കോന്തനാണല്ലോ, അവളെ ഭർത്താവ് അടുക്കളയിൽ കയറിയിട്ട് കക്കിരി മുറിക്കുകയാണ്, ബിരിയാണി ഉണ്ടാക്കുകയാണ്, കൂടെ കൂടിക്കൊടുക്കുകയാണ്. റിയൽ അല്ലാത്ത 30 സെക്കൻഡില് ജീവിതം കണ്ടിട്ട് അതാണ് അവരെ റിയൽ ജീവിതം എന്ന്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ഒരിക്കലുമല്ലേ ഇല്ല. അവരെ റിയൽ ജീവിതം അതല്ല. അതാ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോ ത്വലാഖ് കാണുന്നത്, കുറച്ച് ദിവസം കഴിയുമ്പോ വിവാഹമോചനം കാണുന്നത്. അതും ഇസ്ലാമിന്റെ പേരിൽ